കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തോടെ പാലക്കാട് പരസ്യ പ്രചാരണത്തിന് സമാപനമായിരിക്കുന്നു. ചരിത്ര വിജയം നേടുമെന്ന് LDF നേതാക്കൾ അവകാശപ്പെടുന്നു. അതേസമയം വൻ വിജയം നേടുമെന്നാണ് കോൺഗ്രസിന്റെയും BJPയുടെയും അവകാശവാദം. അവസാന ലാപ്പിലും LDF ഉണ്ടാക്കിയ മുന്നേറ്റത്തിൽ ആശങ്കയിലാണ് UDF നേതൃത്വം. പാർട്ടിക്കുള്ളിലെ ചേരിപ്പോരും കൊഴിഞ്ഞുപോക്കും ഏറ്റുമുട്ടലും തിരിച്ചടിയാകുമോ എന്ന ആശങ്കയാണ് പ്രധാന നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. കത്ത് വിവാദം മുതൽ കള്ളപ്പണ ആരോപണം വരെ അവസാനം സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ എത്തിച്ചതുവരെയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ അടിയൊഴുക്കായി മാറുമോ എന്ന ആശങ്കയാണ് നേതൃത്വം പങ്കുവയ്ക്കുന്നത്. എന്തായാലും കളർഫുള്ളായ ഒരു കലാശക്കൊട്ടനാണ് ഇന്ന് പാലക്കാട് സാക്ഷ്യം വഹിച്ചത്. അവിടെ നിന്ന് PV കുട്ടനുമുണ്ട്, നൃപൻ ചക്രവർത്തിയുമുണ്ട്. കുട്ടൻ, ആവേശകരമായ ഒരു കൊട്ടിക്കലാശത്തിനാണ് ഇന്ന് അവസാനമായിരിക്കുന്നത്. പ്രചാരണം ഒരു മാസത്തോളം നിന്ന പ്രചാരണത്തിനിടയിൽ പല സംഭവങ്ങളും ഉണ്ടായി, പല വിവാദങ്ങളുണ്ടായി, പല പ്രതിസന്ധികൾ ഒക്കെ കോൺഗ്രസ് അടക്കം നേരിടുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് അവസാനം കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്? എത്രത്തോളം ആവേശകരമായിരുന്നു ഇന്ന് പാലക്കാട്? അന്ന ഒരു അടിപൊളി കൊട്ടിക്കലാശം എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. നമ്മൾ എത്രയോ തെരഞ്ഞെടുപ്പുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പുകളൊക്കെ അപേക്ഷിച്ചുകൊണ്ട്, അതിൻ്റെ കൊട്ടിക്കലാശം പ്രചാരണമൊക്കെ അപേക്ഷിച്ചുകൊണ്ട് പാലക്കാട് നഗരം ഇതുവരെ കാണാത്ത തരത്തിലുള്ള അത്രയും വലിയ ജനക്കൂട്ടമാണ് ഈ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി നഗരത്തിലേക്ക് കേന്ദ്രീകരിച്ചെത്തിയത്. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. കഴിഞ്ഞ ഒരു മാസത്തിലധികമായി പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ ദിവസം മുതൽ തന്നെ പൊളിറ്റിക്കൽ ട്വിസ്റ്റ് കൊണ്ട്, അതൊരു പ്രത്യേകമായി പാലക്കാടിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു പരാമർശം കൂടിയാണ്, ഒരു വിശേഷണം കൂടിയാണ്. കാരണം ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ ഓരോ ദിവസവും പോലും പുതിയ പുതിയ ട്വിസ്റ്റുകൾ ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു പാലക്കാടിനെ സംബന്ധിച്ച്. നമുക്കറിയാം, ചേലക്കരയിലും വയനാട്ടിലും ഒക്കെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെങ്കിൽ പോലും പാലക്കാടായിരുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രം. അതിനിടയാക്കിയത് നിരന്തരമായ രാഷ്ട്രീയ വിഷയങ്ങൾ, വിവാദങ്ങൾ, അതോടൊപ്പം തന്നെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വലിയ ശ്രദ്ധാകേന്ദ്രമായി പാലക്കാട് മാറിയിരുന്നു. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ LDF നമുക്കറിയാം, കഴിഞ്ഞ തവണ കുറച്ച് പിറകിൽ പോയിരുന്നെങ്കിലും LDFിനിവിടെ നല്ല രീതിയിലുള്ള ജനസ്വാധീനവും വോട്ടുമുള്ള ഒരു മണ്ഡലമാണ്. അത് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വളരെ കൃത്യമായ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് LDFിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ നടന്നത്. UDF ആകട്ടെ മണ്ഡലം നിലനിർത്തുക, അത് അഭിമാന പ്രശ്നമാണ്. മണ്ഡലം നിലനിർത്തുക. നേരത്തെ ഷാഫി പറമ്പിൽ ഇവിടെ നിന്ന് വിജയിക്കുന്നു, പിന്നീട് വടകരയിലേക്ക് MP ആയി പാർലമെന്റിലേക്ക് മത്സരിക്കാൻ വേണ്ടി പോകുന്നു. അതെന്തിനാണ് എന്നുള്ള ചോദ്യം പാലക്കാട്ടെ ജനങ്ങൾ പോലും ഉയർത്തുന്നൊരു സാഹചര്യമുണ്ട്. കാരണം അവിടെ ഒരു അനിവാര്യതയായിരുന്നില്ല ഷാഫി. പക്ഷേ ഇവിടെ പാലക്കാടാണെങ്കിൽ അനിവാര്യമായിരുന്നു. കാരണം കഴിഞ്ഞ തവണ BJP നിസ്സാര വോട്ടുകൾക്കാണ് പരാജയപ്പെടുന്നത്. അപ്പോൾ അത്തരമൊരു റിസ്ക് ഉള്ള ഒരു മണ്ഡലത്തിൽ, BJPക്ക് ഒരു സ്വാധീനമുള്ളൊരു മണ്ഡലത്തിൽ നിന്നും എന്തിനാണ് ഷാഫി പോയതെന്നുള്ള ചോദ്യം ഉയരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് BJP കോൺഗ്രസ് ഡീൽ എന്ന തരത്തിലേക്കുള്ള ആദ്യത്തെ ആരോപണമായി ഉയർന്നു വരുന്നത്. സരിനാണ് അത് ഉന്നയിക്കുന്നത്. അല്ലെ, സരിൻ കോൺഗ്രസിൽ നിന്നും പുറത്തു വരുന്നൊരു ഘട്ടത്തിൽ, അത് പുറത്താക്കുന്നതിന് മുമ്പ് തന്നെ വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് VD സതീശൻ, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ഒരു ഗ്യാങ്ങിന്റെ നേതൃത്വത്തിൽ BJPയുമായി ടൈപ്പ് ആക്കുന്നതിന്റെ വെളിപ്പെടുത്തൽ. കാരണം കോൺഗ്രസിനകത്ത് വളരെ സജീവമായ നേതൃത്വമായി ഉണ്ടായിരുന്നതാണ് സരിൻ. അപ്പോൾ ആ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ സരിൻ വെളിപ്പെടുത്തിയായിരുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സരിൻ പാർട്ടി വിടുന്നു. പിന്നീട് ഷാനിബ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് ഷാനിബ്, അങ്ങനെ നിരന്തരമായ പൊളിറ്റിക്കൽ ട്വിസ്റ്റുകൾ, ആരോപണങ്ങൾ, അതോടൊപ്പം തന്നെ പിന്നീട് ഉയർന്നു വന്ന നമുക്കറിയാം കള്ളപ്പണ വിവാദം. ഷാഫിക്ക് കൊടകര കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട ധർമ്മരാജൻ 4 കോടി രൂപ നൽകിയെന്ന് പറഞ്ഞത് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനായിരുന്നു. പക്ഷേ സുരേന്ദ്രനെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കാൻ പോലും ഷാഫി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് CPM നേതാക്കൾ ഉന്നയിക്കുന്ന ഒരു ആരോപണം. അപ്പോൾ ആ പണമാണ് ഇവിടേക്ക് അന്ന് രാത്രിയിൽ എത്തിയതെന്നടക്കമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. പിന്നീട് കോൺഗ്രസ് നിരന്തരമായ കൊഴിഞ്ഞുപോക്കൽ, 10 പ്രധാനപ്പെട്ട നേതാക്കളും പ്രാദേശിക നേതാക്കളുമാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ കോൺഗ്രസ് വിട്ടു പോകുന്നത്. അപ്പോൾ അത്തരം ഒരുപാട് സാഹചര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനോട് പാലക്കാടിൻ്റെ വികസനമില്ലായ്മ, സംസ്ഥാനമെമ്പാടും വലിയ വികസന പ്രവർത്തനം നടക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം പാലക്കാട് ഉണ്ടായില്ല എന്നുള്ളത് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു. ഏതായാലും നിർഭൻ, എന്തൊക്കെ വിഷയങ്ങളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക? ഇന്നത്തെ കൊട്ടിക്കലാശം നമ്മൾ രണ്ടുപേരും, നമ്മളെ ടീം മുഴുവൻ ഉണ്ടായിരുന്നു. വളരെ ആവേശകരമായിരുന്നു. കാരണം വിക്ടോറിയ കോളേജ് മുതലാണ് സരിൻ്റെ റോഡ് ഷോ ആരംഭിക്കുന്നത്. ഒരുപക്ഷെ പാലക്കാടിൻ്റെ ചരിത്രത്തിൽ CPMന് ഇത്രയും വലിയൊരു ജനമുന്നേറ്റം എന്ന് പറയുന്നത്, പാലക്കാട് നഗരത്തിൽ ഇത്രയും വലിയ ജനമുന്നേറ്റം എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. ഈ നമ്മൾ പറയില്ലേ ഇങ്ങനെ പൂഴി വീണാൽ താഴെത്തില്ല എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ അത്തരം ഒരു തരത്തിലുള്ള ജനങ്ങളായിരുന്നു. കാരണം സമീപകാലത്തൊന്നും ഉണ്ടായിരുന്നു. അന്ന് സരിൻ്റെ റോഡ് ഷോക്കായിരുന്നു ഒരു വലിയ ജനസഞ്ചയം കണ്ടത്. പക്ഷേ അതിൻ്റെ എത്രയോ ഇരട്ടി ആൾക്കാർ ഇന്നത്തെ റോഡ് ഷോയിൽ അണിനിരുന്നു. ഇന്നലെ രാത്രി നൈറ്റ് മാർച്ചിലെ ഈ 10,000 പങ്കെടുത്ത ഘട്ടത്തിൽ തന്നെ
നമുക്ക് ഊഹിക്കാമായിരുന്നു ഇന്നത്തെ ഇത്രയും വലിയൊരു റോഡ് ഷോ വളരെ കൃത്യമായി വളരെ ചിട്ടയോടുകൂടിയായിരുന്നു റോഡ് ഷോ നടത്തിയത്. അതിനകത്ത് റോഡ് ഷോക്കകത്ത് സരിനൊപ്പം മന്ത്രി എം പി രാജേഷ്, CPM മുതിർന്ന നേതാവ് AK ബാലൻ, CPM ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു, മുൻ ജില്ലാ സെക്രട്ടറി CK രാജൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, NN കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു. യുവാക്കളും യുവതികളും ചെറിയ കുട്ടികളും മുതിർന്നവരും പ്രായമായവരും അങ്ങനെ ഒരു വലിയ ജനസഞ്ചയം പാലക്കാട് ഈ നഗരത്തിൻ്റെയും ഈ പഞ്ചായത്തുകളുടെയും ഒരു പരിച്ഛേദമായി ഇന്ന് വൈകുന്നേരം മാറുകയായിരുന്നു. നിർവ്വഹണമുണ്ടായിരുന്നത് സ്റ്റേഡിയം പരിസരത്താണ്. അവിടെയാണ് കോൺഗ്രസിൻ്റെയും BJPയുടെയും കുട്ടിക്കലാശത്തിൻ്റെ ഒരു കേന്ദ്രീകരണം ഉണ്ടായിരുന്നത്. എങ്ങനെയായിരുന്നു ആ വിഭാഗത്തു നിന്നുള്ള പ്രതികരണം? അവിടെ എത്രത്തോളം ജനക്കൂട്ടം ഉണ്ടായിരുന്നു? തീർച്ചയായും കുട്ടൻ പറഞ്ഞ് നിർത്തിയെടുത്തുനിന്ന് തുടങ്ങുകയാണെങ്കിൽ പാലക്കാടിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ ആവേശത്തോടുകൂടി ഒരു മുന്നേറ്റമുണ്ടായി ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് കരുതുക രാഷ്ട്രീയ എതിരാളികൾ പോലും അത് അംഗീകരിക്കാതിരിക്കുമെന്ന് കരുതുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ ആവേശമാണ്. ഏകദേശം കിലോമീറ്ററുകളോളം നീണ്ട തരത്തിൽ ചുവന്ന കൊടികളുമേന്തി LDFിൻ്റെ പ്രവർത്തകർ അണിനിരക്കുന്നു. അതിൻ്റെ ഒരു ആഹ്ലാദവും ആവേശവും ഒക്കെ തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശത്തിലെ മുന്നേറ്റം പരിശോധിച്ചാൽ സ്വാഭാവികമായും പാലക്കാടിൻ്റെ പാലക്കാടൻ കാറ്റ് എങ്ങോട്ടാണ് എന്നതിൻ്റെ സൂചന ഒരു കണക്കിൽ നമുക്കത് വിലയിരുത്താം. മറ്റ് രണ്ട് മുന്നണികളുടെയും കാര്യത്തിൽ BJP കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയ ഒരു മണ്ഡലമാണ്. ആ ഒരു ആവേശം BJP പ്രവർത്തകർക്ക് പോലും ഈ തവണ തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ആ കൊട്ടിക്കലാശത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇവർക്കും മനസ്സിലാവും. പിന്നെ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്, അവർ സംബന്ധിച്ച് തുടർച്ചയായി ജയിക്കുന്ന ഒരു സീറ്റാണ്. അവരുടെ നേരത്തെ കുട്ടൻ പറഞ്ഞതുപോലെ അവരുടെ പ്രസ്റ്റീജിയസ് മത്സരമാണ്, അവരുടെ ജീവൻ മരണ പോരാട്ടമാണ്. ആ പോരാട്ടത്തിൻ്റെ ആവേശം ഏറെക്കുറെ ഈ പറഞ്ഞ പൊതുനിരത്തിൽ കൊണ്ടുവന്ന് എത്തിക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ വന്ന തലമുറ ആലോചിച്ച് നോക്കണം. കാരണം ഇവിടെ വന്ന ലീഗിൻ്റെ മലപ്പുറത്ത് നിന്നടക്കം വരുന്ന ലീഗ് പ്രവർത്തകരുണ്ടായിരുന്നു. ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ പരിചിതങ്ങളായിട്ടുള്ള മുഖങ്ങൾ, പാലക്കാടുള്ള പ്രാദേശികമായ പരിചിതങ്ങളായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ പങ്കാളിത്തം ഈ പറഞ്ഞ കൊട്ടിക്കലാശ വേദിയിൽ എത്ര കണ്ടുണ്ട് എന്ന് ചോദിച്ചാൽ ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. പുറത്തുനിന്ന് മറ്റ് ജില്ലകളിൽ നിന്നെത്തിയ ലീഗിൻ്റെ പ്രവർത്തകർ, പിന്നെ യുവ തലമുറയിലുള്ള കഴിഞ്ഞ ഒരു 34 ദിവസമായി പാലക്കാട് കേന്ദ്രീകരിച്ച് നിൽക്കുന്ന തലസ്ഥാന ജില്ല, നമുക്ക് പേഴ്സണലായിട്ട് അറിയാം, തലസ്ഥാന ജില്ലയിൽ നിന്ന് അടക്കം വന്ന കോൺഗ്രസ് പ്രവർത്തകരാണ് കൊട്ടിക്കലാശം. പിന്നെ ഈവൻ്റ് പോലെ മറ്റ് ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ DJ പോലെയുള്ള കലാപരിപാടികളൊക്കെ ആയി കൊട്ടിക്കലാശം കളറാക്കാനുള്ള ശ്രമം നടത്തി. പിന്നെ അവരൊരു വലിയ റോഡ് ഷോ 5 കിലോമീറ്ററോളം സഞ്ചരിച്ച റോഡ് ഷോയാണ് അവർ സംഘടിപ്പിച്ചത്. ഒരു കാര്യം ഉറപ്പാണ്, കുട്ടൻ പറഞ്ഞു തുടങ്ങിയെടുത്ത് നിന്ന് ഈ കൊട്ടിക്കലാശത്തിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ ആവേശം ഒരു പടിയെങ്കിലും മുന്നിലെത്താൻ LDFന് ഈ കൊട്ടിക്കലാശത്തിൽ മുന്നിലെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം, 34 ദിവസത്തെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനം, അത് നമ്മൾ ആ ടീം തുടക്കം മുതൽ ഉണ്ടായിരുന്നതാണ്. ഇന്ന് നമ്മൾ പാലക്കാട് കൊട്ടിക്കലാശം ടൗണിലേക്ക് എത്തുന്നത് വരെ കൈരളിയുടെ ഫുൾ ക്രൂ ഇതിനൊപ്പം ഉണ്ടായിരുന്നതാണ്. എന്ന് രാവിലെ നമ്മൾ സരിനെ സ്ഥാനാർത്ഥി കാണുന്നു, 3 സ്ഥാനാർത്ഥിയും കാണുന്നു, അതാത് ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നു. ഒന്ന് ഈ പറഞ്ഞ DCCയുടെ കത്ത് വിവാദം, സരിൻ പാർട്ടി വിട്ടു പോകുന്നു, സരിൻ സ്ഥാനാർത്ഥിയായി വരുന്നു. അന്ന് മുതൽ പാലക്കാട് ത്രികോണ മത്സരത്തിൻ്റെ വേദി തുറക്കാൻ LDFനായി. അവസാനം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ UDFൻ്റെ നേതാക്കൾ സമ്മതിക്കേണ്ടി വന്നു. ഇത് LDFും UDFും തമ്മിലുള്ള മത്സരമാണ്. BJP അപ്രസക്തം. ചില VD സതീശൻ ഉൾപ്പെടെ പറയുന്നത് UDFും BJP തമ്മിലാണ് മത്സരം എന്നാണ്. അത് പൂർണ്ണമായി തള്ളിക്കളയുന്നു. കാരണം പാലക്കാട്ടെ മനസ്സ് തള്ളിക്കളയുന്നു. K മുരളീധരൻ തള്ളിക്കളഞ്ഞു, ചെന്നിത്തല തള്ളിക്കളഞ്ഞു. ഒപ്പം മാത്രമല്ല, ഈ അവസാനം ചാണ്ടിയുമ്മൻ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ഔട്ട്റീച്ച് സെല്ലിന്റെ ചെയർമാൻ ആയിരുന്ന ആളാണ്. അപ്പോൾ ഈ പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ലെഗസി ആരാണ്, പാരമ്പര്യം ആരാണ്, പിന്മുറക്കാർ എന്ന തർക്കം നടക്കുമ്പോൾ എൻ്റെ മുൻഗണന പാലക്കാടിനല്ല, എൻ്റെ മുൻഗണന വയനാടിനാണെന്ന് പറഞ്ഞിട്ടാണ് ചാണ്ടിയുമ്മൻ ഇവിടെ വിട്ടുപോയത്. അങ്ങനെ DCCയുടെ കത്ത് വരുന്നു, പെട്ടി വിവാദം, കള്ളപ്പണ വിവാദം വരുന്നു. അവസാന സന്ദീപ് വാര്യർ എത്തിയതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള വിശദീകരിക്കാൻ കഴിയാത്ത കുരുക്കിലേക്ക് കോൺഗ്രസ് പോകുന്ന ഘട്ടത്തിലാണ് കൊട്ടിക്കലാശം പാലക്കാട് അവസാനിക്കുന്നത്. അതുകൊണ്ട് പാലക്കാട്ടെ മനസ്സ് എങ്ങോട്ടാണ് എന്ന്, ഒരു പടി മുന്നിൽ എങ്ങോട്ടാണ്, നമ്മൾ കൈരളിയുടെ ഭാഗമായി ഏകപക്ഷീയമായി പറയുന്നതല്ല, ഇത് പുറത്തു നിന്ന് ഏത് ചാനലിലൂടെയും ഈ വിഷ്വൽ കണ്ടവർക്ക് പാലക്കാട് സമീപകാലത്ത് ഉണ്ടാകുന്ന തരത്തിൽ ഒരിക്കലും ഉണ്ടാകുന്ന തരത്തിലേക്ക് ഏറ്റവും വലിയ LDFൻ്റെ റോഡിലുണ്ടായ എല്ലാ തരത്തിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തവും കൊട്ടിക്കലാശത്തിൻ്റെ എല്ലാ തരത്തിലുള്ള മുന്നേറ്റവും ആവേശവും അവർക്ക് ഈ 34 ദിവസവും നിലനിർത്താനായി. ഇനി ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് വിവാദങ്ങൾ എത്ര കണ്ട് കോൺഗ്രസിനെ സ്വാധീനിച്ചിട്ടുണ്ട്, വിവാദങ്ങളുടെ അഡ്വാൻറ്റേജ് LDFന് എത്ര കണ്ട് കിട്ടും. BJPയുടെ ആഭ്യന്തര സംഘർഷങ്ങൾ, ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി വരുമെന്ന് പറയുന്നു, അതുണ്ടായില്ല. അവസാനം BJP നിന്ന് അടിയൊഴുക്കൾ ഉണ്ടാകുന്നു. അവസാനം സന്ദീപ് വാര്യർ BJP പോയി BJPക്കകത്തുള്ള ആഭ്യന്തര രഹസ്യങ്ങൾ പറയുന്നു. അതിൻ്റെ തിരിച്ചടി BJPക്ക് ഉണ്ടാവുമോ? ഈ പറഞ്ഞ രാഷ്ട്രീയ കാര്യത്തിൽ നിഷ്പക്ഷ വോട്ടുകൾ ഇനി ആരിലേക്കാണ് സ്വാംശീകരിക്കുക എന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കും പാലക്കാട് അടുത്ത ഒരു ദിവസത്തെ നിശബ്ദ പ്രചരണത്തിന് ശേഷം മറ്റന്നാൾ രാവിലെ വിധി എഴുതാൻ പോകുന്നത്.